പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് ചെയ്യുന്ന 10ാം ക്ലാസ്സുകാരുടെ മാത്സ് 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി 3 പാർട്ടുകൾ ചെയ്തു കഴിഞ്ഞു. അതെല്ലാം ബേസിക് കോൺസെപ്റ്റ്സ് അഥവാ അടിസ്ഥാന ആശയങ്ങൾ പഠിപ്പിച്ചായിരുന്നു. അതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 3 പാഠങ്ങൾ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞു. ആ പാഠങ്ങളുടെ എല്ലാം ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്റെ ഈ ചാനൽ പുതുതായി വീക്ഷിക്കുന്നവർക്കും ആദ്യം മുതലേ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും ആ ലിങ്കുകൾ സന്ദർശിച്ച് പഠനം തുടങ്ങാവുന്നതാണ്. ഇന്ന് നിങ്ങളുടെ പേജ് 86 ആ പ്രാക്ടീസ് പ്രോബ്ലത്തിൽ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക. നമുക്ക് കൂടുതൽ സമയം കളയാനില്ല, ക്ലാസ്സിലേക്ക് പോകാം. You're a superhero. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. പേജ് 86 ആദ്യത്തെ ചോദ്യമാണ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. One added to the product of 2 consecutive even numbers gives 289. What are the numbers? അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ്? ഓക്കെ, ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അതിന്റെ ഗുണനഫലം അത് രണ്ടും കൂടെ ഗുണിക്കുക, എന്നിട്ട് അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 289 കിട്ടും. ഇതല്ലേ ഈ അടുത്തടുത്ത ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ്? 2, 4, 6, 8 ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏത് ഇരട്ട സംഖ്യ എടുത്തെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 ഇരട്ട സംഖ്യ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പൊ നമുക്ക് 6 എടുക്കാം. ആദ്യ സംഖ്യ 6 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ അതിന്റെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും. കണ്ടോ? 8. ഇത് നമ്മൾ ആദ്യ സംഖ്യ ഒരു 14 എടുക്കുന്നെങ്കിലോ രണ്ടാമത്തെ സംഖ്യ ആയിരിക്കും 16, അതിന്റെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? മനസ്സിലായല്ലോ. ആദ്യ സംഖ്യയുടെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആദ്യ സംഖ്യ 2 കുറയ്ക്കുന്നതായിരിക്കും. നമ്മളിപ്പോ ആദ്യ സംഖ്യ 16 ആയിട്ടാണ് എടുക്കുന്നെങ്കിലോ അതിൽ നിന്ന് 2 കുറയ്ക്കുന്നതായിരിക്കും അടുത്ത സംഖ്യ. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ സാധാരണ മൈനസ് ഒഴിവാക്കാൻ വേണ്ടി പ്ലസ് ചെയ്യാറുള്ളൂ. അപ്പൊ ആദ്യ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളതാകാം ചിലപ്പോൾ രണ്ടാമത്തെ സംഖ്യ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ളത്. മുമ്പുള്ളതാണ് വരേണ്ടതെങ്കിൽ 2 കുറയ്ക്കണം, അതിന് ശേഷമുള്ളതാണെങ്കിൽ കൂട്ടണം. നമ്മൾ മൈനസ് പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നതുകൊണ്ട് അതിന് ശേഷമുള്ളത് എടുക്കാറുള്ളൂ. ഓക്കെ, അതാണ് നല്ലത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യ സംഖ്യ എക്സ് എന്ന് എടുക്കുകയാണെങ്കിലോ രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ x+2 എഴുതിയാൽ പോലെ, എന്റെ കൂടെ 2 കൂട്ടിയാൽ പോലെ. ഓക്കെ, നമ്മളിപ്പോ ഉള്ള ക്രിയകളെല്ലാം അങ്ങനെയാണല്ലോ ചെയ്തു വരുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ക്രിയകളിലെല്ലാം സംഖ്യകൾ തന്നില്ലെങ്കിൽ ആ സംഖ്യയെ നമ്മൾ എക്സ് എന്ന് സങ്കല്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ആദ്യ സംഖ്യ സമം ഇഫ് ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഈവൻ നമ്പർ. ആദ്യ ഇരട്ട സംഖ്യ സമം എക്സ് ആയാൽ സെക്കൻഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? x+2 ആയിരിക്കും. അപ്പൊ അവർ ഈവൻ നമ്പർ എന്ന് തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഓക്കെ, അതായത് അടുത്ത സംഖ്യ എടുക്കുമ്പോൾ അതിലൂടെ 2 കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 2 ഓഡ് നമ്പർ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5, 7 അല്ലേ? ഇങ്ങനെ അടുത്തടുത്ത 2 ഓഡ് നമ്പേഴ്സ് തമ്മിലും എത്രയുടെ വ്യത്യാസമുണ്ട്? 2ന്റെ വ്യത്യാസമുണ്ട്. ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഓഡ് നമ്പറിനെ എക്സ് എന്ന് സങ്കല്പിച്ചിട്ട് സെക്കൻഡ് ഓഡ് നമ്പറിനെ x+2 എന്നാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടിന്റെയും ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 289 കിട്ടിയെന്നല്ലേ? നമുക്കത് എഴുതാം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഗുണിക്കുക എന്ന് പറയുമ്പോൾ എക്സും x+2 കൂടെ ഗുണിക്കുക അല്ലെ? അത് ഗുണിക്കുന്നതിന് ഇങ്ങനെ എഴുതിയാൽ മതി, x × x+2. അതിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 289 കിട്ടി. മനസ്സിലായല്ലോ എഴുതിയത്? ഇനി നമുക്കിത് ഗുണിക്കാം. ബ്രാക്കറ്റ് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നുകൊണ്ടും ഗുണിക്കുക. x × x² പ്ലസ് x +2. ചിഹ്നം പ്രത്യേകം ശ്രദ്ധിച്ചോണം. x +2 അപ്പൊ 2x. അപ്പൊ ഇത് ബ്രാക്കറ്റ് എടുക്കേണ്ട ഇനി ആവശ്യമില്ല. ആ പ്ലസ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. സമം 289. ഇപ്പൊ ഏത് രൂപത്തിലായി? കണ്ടോ? ഇവിടെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ വർഗം തികയ്ക്കൽ അഥവാ സ്ക്വയർ കംപ്ലീഷൻ എന്ന മെത്തേഡ് പഠിപ്പിച്ചിരുന്നു. ഇവിടെ അതുപോലും ഇല്ല. ഇവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്താണ് ഉത്തരത്തിൽ ചോദ്യത്തിൽ വരുന്നത് തന്നെ. ഇവിടെ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി അവര് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഏത് രൂപത്തിലാണ്? നോക്കൂ, ഇങ്ങേയറ്റത്ത് ഒരു സ്ക്വയർ, അങ്ങേയറ്റത്ത് 1ന്റെ സ്ക്വയർ. ഇങ്ങേയറ്റത്ത് x ന്റെ സ്ക്വയർ, അങ്ങേയറ്റത്ത് 1ന്റെ സ്ക്വയർ.
ഓക്കെ, അതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. എക്സിന്റെ സ്ക്വയർ റൂട്ട് എക്സ്, ഒന്നിന്റെ സ്ക്വയർ റൂട്ട് ഒന്ന് തന്നെ. അത് രണ്ടും കൂടെ ഗുണിക്കുക, എക്സ് ഒന്നും കൂടെ ഗുണിക്കുക, അപ്പൊ എക്സ് തന്നെ. അതിന്റെ ഇരട്ടിയാണോ നടുക്ക് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് എക്സും കൂടെ ഗുണിക്കുമ്പോൾ ഒരു എക്സ്, അതിന്റെ ഇരട്ടി 2x ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും സൂത്രവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടോ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ കണ്ടോ? ഇങ്ങേ അറ്റത്ത് എ സ്ക്വയർ, അങ്ങേ അറ്റത്ത് ബി സ്ക്വയർ. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എ, ബി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ബി. അത് രണ്ടും കൂടെ ഗുണിക്കുക. എയും ബിയും കൂടെ ഗുണിക്കുമ്പോൾ എ ബി. അതിന്റെ ഇരട്ടിയല്ലേ നടുക്ക് കിടക്കുന്നത് 2ab. കണ്ടോ? എയും ബിയും കൂടെ ഗുണിച്ചതിന്റെ ഇരട്ടി, അതാണ് 2ab. അപ്പൊ ഈ രൂപത്തിലാണ് കിടക്കുന്നതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിൽ എഴുതാം കണ്ടോ? അതായത് ഈ അറ്റത്തുള്ളതിന്റെ സ്ക്വയർ റൂട്ടും ആ അറ്റത്തുള്ളതിന്റെ സ്ക്വയർ റൂട്ടും കൂടെ ഇങ്ങനെ പ്ലസിന്റെ എഴുതി വെച്ചിട്ട് ഒരു സ്ക്വയർ ഇട്ടാൽ മതി. ഇവിടെ ഫസ്റ്റ് മൈനസ് വരികയാണെങ്കിൽ ഇവിടെയും മൈനസ് വരും. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പഠിക്കാനുള്ളവർക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ആ സൂത്രവാക്യമാണല്ലോ. ഇത് ഏത് രൂപത്തിൽ എഴുതാം നമുക്ക്? അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെയും സ്ക്വയർ, അവിടെയും സ്ക്വയർ. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടിയാണ് നടുക്ക് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ്, ഒന്നിന്റെ സ്ക്വയർ റൂട്ട് 1 ദ ഹോൾ സ്ക്വയർ സമം 289. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്തു വരുന്ന പോലെ സ്ക്വയർ അങ്ങ് മാറ്റുക. അപ്പൊ എക്സ് പ്ലസ് 1 മാത്രമാവും. ഇവിടെ സ്ക്വയർ പോകുമ്പോൾ ഇവിടെ റൂട്ട് വരും. ഓക്കെ, 289 സമം 17 ആണ്. 17ന്റെ സ്ക്വയർ ആണ് 289. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 1 സമം 17. അടുത്ത വരിയിൽ എക്സ് സമം 17. ഈ പ്ലസ് ഒന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 1. 17ൽ നിന്ന് 1 കുറച്ചാൽ 16. അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ഫസ്റ്റ് ഈവൻ നമ്പർ അല്ലേ? സെക്കൻഡ് ഈവൻ നമ്പർ അതിന്റെ കൂടെ 2 കൂട്ടിയാൽ മതി. 16 2 കൂടുന്നു 18. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം നമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എക്സും എക്സ് പ്ലസ് 2 ആയിരുന്നല്ലോ. നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് ആരായിരുന്നു? 16 കോമ എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 16 പ്ലസ് 2. ഉത്തരം വരും 16 കോമ 18. ഇത് രണ്ടുമായിരുന്നു നമ്പേഴ്സ്. മനസ്സിലായല്ലോ? ഈവൻ നമ്പേഴ്സ്. അങ്ങനെ ഈവൻ നമ്പേഴ്സ് തന്നെ എഴുതാം. ഇരട്ട സംഖ്യകൾ. ആ ഇരട്ട സംഖ്യകൾ ആരൊക്കെയായിരുന്നു? എക്സും എക്സ് പ്ലസ് 2 ആയിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് 16 കൊടുത്ത് എക്സ് പ്ലസ് 2 16 പ്ലസ് 2. അപ്പൊ 16 18 ആയിരുന്നു ആ സംഖ്യകൾ. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കാം. ആദ്യത്തിന്റെ തൊട്ട് താഴത്തെ ചോദ്യമാണ്. 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് മലയാളത്തിലെ ചോദ്യം. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. 9 added to the product of 2 consecutive multiples of 6. കണ്ടോ? അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് പ്രോഡക്ട്സ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഓഫ് 6 ഇൻഡു ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഗീവ്സ് 729. വാട്ട് ആർ ദ നമ്പേഴ്സ്? എങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ഇതിപ്പോ ചെയ്ത ചോദ്യത്തിന് ഏതാണ്ട് സിമിലർ ആണ്. ഇവിടെ നമ്മളിപ്പോ ചെയ്ത ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ അടുത്തടുത്ത 2 മൾട്ടിപ്പിൾസ് ഓഫ് 6, അതായത് 6ന്റെ ഗുണിതങ്ങളായ സംഖ്യകളാണ്. ഓക്കെ, ഏതൊക്കെയാണ് 6ന്റെ ഗുണിതങ്ങൾ? നമുക്ക് നോക്കാം. 6 12 18, അതായത് 6ന്റെ ടേബിൾ വരുന്നുണ്ട്. 1 6 6 12 ഇതൊക്കെയാണ്. 18 24. ഏതെങ്കിലും ഒരു 6ന്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കും 18. ഇപ്പൊ അടുത്തടുത്ത 2 അല്ലേ? അതിന്റെ തൊട്ടടുത്തത് 24 ആണല്ലോ. അപ്പൊ 24 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 18ലൂടെ 6 കൂട്ടിയാൽ മതി. 6ന്റെ മൾട്ടിപ്പിൾ ആകാൻ നേരത്ത് ഒരു സംഖ്യ എടുത്താൽ അതിന്റെ തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 6 കൂട്ടണം. ഓക്കെ, അങ്ങനെയല്ല. 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരു സംഖ്യയുടെ 5 കൂട്ടണം. അങ്ങനെയാണ്. ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണോ അതെല്ലാം അവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ ശരിയല്ലേ? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ആ ഏതിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നു ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ആദ്യ സംഖ്യ എക്സ് എന്ന് എടുക്കുകയാണെങ്കിലും രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 6 ആയിരിക്കുമല്ലോ. ശരിയല്ലേ? ഇവിടെ എല്ലാം അങ്ങനെയാണ്. 12ന്റെ 6 കൂട്ടിയ 18, 6ന്റെ കൂടെ 6 കൂട്ടിയ 12. അപ്പം ഏത് സംഖ്യ എടുത്താലും അതിന്റെ തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ 6ന്റെ മൾട്ടിപ്പിൾ കിട്ടാൻ 6 കൂട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്തോളാം. നേരത്തെ 2 ആണെങ്കിൽ ഇവിടെ അതിന്റെ സ്ഥാനത്ത് 6 വന്നു. വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് എഴുതാം. ഇഫ് ഫസ്റ്റ് നമ്പർ ആദ്യ സംഖ്യ സമം എക്സ് ആയാൽ സെക്കൻഡ് നമ്പർ ആരാണ്? സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 6 ആയിരിക്കും. കണ്ടോ? രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 6. ഓക്കെ, ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഗുണിക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇങ്ങനെ എഴുതുമ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിച്ചത് തുല്യമായി. പ്ലസ് 9 കൂട്ടിയപ്പോൾ പ്ലസ് 9, അപ്പോൾ 729 കിട്ടി. ഇത് എഴുതിയത് മനസ്സിലായില്ല? ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ
ബ്രാക്കറ്റിന് പുറത്തുള്ളതിന് ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്ന് കൊണ്ട് ഗുണിക്കാം. എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ, എക്സിനെ പ്ലസ് ആർ കൊണ്ട് ഗുണിക്കുമ്പോൾ പ്ലസ് ആർ എക്സ്. ഈ 9 അങ്ങനെ ഇങ്ങോട്ട് എഴുതുക സമം 729. ഓക്കെ, ഇതിപ്പോ സൂത്രവാക്യമാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ആ രൂപത്തിലുള്ളതാണോ ഇതൊന്ന് നോക്കാം. അങ്ങനെ അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ഈ അറ്റത്തും സ്ക്വയർ റൂട്ട് ഉണ്ടോ, ആ അറ്റത്ത് സ്ക്വയർ റൂട്ട് ഉണ്ടോ നോക്കണം. 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണല്ലോ, എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ്, അത് രണ്ടും കൂടെ ഗുണിക്കുക. ഇവിടെ 3 സ്ക്വയർ റൂട്ട് വേണം ഗുണിക്കാൻ. 3ഉം എക്സ് കൊണ്ട് 3x, അതിന്റെ ഇരട്ടി എത്തിയാണ് 3xന്റെ ഇരട്ടി rx, അതല്ലേ നടുക്ക് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൂത്രവാക്യം അത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം ഈ രണ്ടറ്റത്തെ സ്ക്വയർ റൂട്ട് കൂടി എടുത്ത് എഴുതുക. എക്സും 3ഉം ആണല്ലോ, എല്ലാം പ്ലസ് ആണെങ്കിൽ നടുക്ക് പ്ലസ് ഇത്. ഇവിടെ ഒരു മൈനസ് വന്നിരുന്നെങ്കിൽ ഇവിടെ മൈനസ് വന്നേനെ, എന്നിട്ട് ഹോൾ സ്ക്വയർ. ഇപ്പൊ ഒരു 4-5 കണക്കായിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 729. നമുക്ക് സ്ക്വയർ മാറ്റുക. എക്സ് പ്ലസ് 3 സമം ഇവിടുത്തെ സ്ക്വയർ പോകുമ്പോൾ അവിടെ റൂട്ട് വരും, 729. ഈ 729 എന്ന് പറയുന്നത് എത്രയാണ്? 27ന്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ? ഒന്ന് ഗുണിച്ച് 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 27 ഗുണിച്ചു നോക്കാം നിങ്ങൾ. അപ്പൊ എക്സ് പ്ലസ് 3 സമം 27. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ എക്സ് മാത്രം എഴുതാം, പ്ലസ് 3 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ 27 ആദ്യം എഴുതുക, പ്ലസ് 3 അപ്പുറത്ത് എഴുതുമ്പോൾ -3 ആയി. സമയം 27 3 കുറച്ചാൽ 24. അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ നമ്പർ ആയിരുന്നു ഉണ്ടോ. അപ്പൊ സെക്കൻഡ് നമ്പർ കിട്ടാൻ അതിന്റെ കൂടെ 6 കൂട്ടിയാൽ മതിയല്ലോ. നമുക്ക് സംഖ്യകളായി. അപ്പം നമ്പേഴ്സ് ആർ ആ നമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? എക്സും എക്സ് പ്ലസ് ആറും ആയിരുന്നല്ലോ. അപ്പൊ അതാരെങ്ങനെ? എക്സ് സമം 24 ആണ്. എക്സ് പ്ലസ് 6 എന്ന് പറയുമ്പോൾ 24 പ്ലസ് 6 സമം ആരൊക്കെയാണ്? ഇവിടെ തന്നെ എഴുതാം. 24, 24 6 30. അപ്പൊ 24 30 ഇത് രണ്ടുമാണ് ആ സംഖ്യകൾ. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ചപ്പോഴാണ്, ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് 9 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 720 നമുക്ക് കിട്ടും. വേണേ ചെക്ക് ചെയ്ത് നോക്കാം. 24 30 കൂടെ നിങ്ങൾ ഗുണിച്ച് നോക്കുക. ഗുണിച്ചിട്ട് അതിനോട് 9 കൂട്ടി നോക്കാം. അപ്പൊ 729 കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാം. അങ്ങനെ അത് വെരിഫൈ ചെയ്യുന്നത് ഒരു കാരണവശാലും ഇവിടെ എഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സൈഡിലെ ക്രിയാകോളത്തിൽ ചെയ്യേണ്ടതാണ്. ഈ പോർഷനിൽ ഒരു കാരണവശാലും അത് വരാൻ പാടില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എഴുതാം. നമുക്ക് എല്ലാവരും ഇതിന്റെ ഉത്തരം എഴുതിയെടുക്കുക. ഇന്നത്തെ 3ാമത്തെ ചോദ്യം വായിക്കാം. അതിന്റെ താഴെയുള്ള ചോദ്യമാണ്, നേരത്തെ വായിച്ചതിന്റെ 5, 7, 9 ആൻഡ് സോ ഓൺ എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ഉണ്ടോ? ഈ പാഠം ആദ്യത്തെ പാഠോട് ലിങ്ക് ചെയ്തു. ഈ പാഠത്തിലുടനീളം, ഈ 4th ചാപ്റ്ററിലുടനീളം ഇതുപോലെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് വരാനും നല്ല സാധ്യതയുള്ളതാണ്. എല്ലാവരും എഴുതിയെടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഇത് ചെയ്യുന്നത് നമുക്കിനി ഇംഗ്ലീഷ് വായിക്കാം. How many terms of the arithmetic sequence 5, 7, 9 and so on must be added to get 140? കണ്ടോ? 140 കിട്ടാൻ എത്ര ടേംസ് ആഡ് ചെയ്യണമെന്ന്. ഓക്കെ, ചോദ്യങ്ങൾ എഴുതിയെടുക്കാം, നമുക്ക് ചെയ്യാം. ആദ്യ ശ്രേണി നമുക്ക് എഴുതാം. ആരാണ്? സീക്വൻസ്, ശ്രേണി. ശ്രേണി എന്ന് പറഞ്ഞാൽ 5, 7, 9 ആൻഡ് സോ ഓൺ ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഇതില് ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും. ആദ്യ പദം എന്താണ്? എഫ് സമം 5 ആണ്. ഡി കോമൺ ഡിഫറൻസ് പറയുമ്പോൾ 5, 2, 7, 7, 2, 9 2 അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇതിലെ കുറെ പദങ്ങൾ കൂട്ടിയപ്പോൾ സം എന്ത് കിട്ടി? 140 കിട്ടി. നമ്മുടെ പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എന്താണ്? അങ്ങനൊരു തുക, അതായത് ഒരു ശ്രേണിയിലെ കുറെ പദങ്ങളുടെ തുക കാണാൻ സൂത്രവാക്യം ഉണ്ടല്ലോ. അതായത് n/2 ഓർ ഹാഫ് n ഇൻറ്റു, അല്ലെങ്കിൽ n/2 എന്ന് എഴുതിയാലും മതി. n/2 ഇൻറ്റു എന്താണ്? x1 പ്ലസ് xn. ഇതാണ് എസ് കാണാനുള്ള സൂത്രവാക്യം, സം കാണാനുള്ള സൂത്രവാക്യം. അതായത് ആദ്യ പദവും വേണം, അവസാന പദവും വേണം. അതിനെ പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ പദങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ പദങ്ങൾ കൂട്ടിയപ്പോ എന്ത് കിട്ടി? 140 കിട്ടിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാന പദം ഏതാണെന്ന് അറിയില്ല. ആ അവസാന പദത്തെ നമുക്ക് എന്നാ പദം എന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഇവിടെ xn എന്നല്ല, xn എന്ന് പറഞ്ഞാൽ എന്നാ പദം എന്നാണ്. അപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് അവസാന പദം ഏതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എന്നാ പദം എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് എത്ര പദങ്ങൾ കൂട്ടിയാൽ അവസാന എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം.
അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ എസിന്റെ സം കാണുന്നതിനുള്ള സൂത്രവാക്യം എഴുതുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് സം കാണുന്നതിന് എന്നും x1 ഉണ്ട്, x1 എഫും സെയിം ആണ്. xn നമുക്ക് കണ്ടുപിടിക്കണം, അതായത് എന്നാ പദം കണ്ടുപിടിക്കണം. അപ്പൊ xn കണ്ടുപിടിക്കാം. xn ഈസ് ഈക്വൽ ടു എന്താണ് സൂത്രവാക്യം? bn പ്ലസ് എഫ് മൈനസ് ബി. ഓക്കെ, ഡി എത്രയാണ്? 2. അപ്പൊ 2n എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതുകൊണ്ട് ആ n അങ്ങനെ തന്നെ എഴുതുക. പ്ലസ് എഫ് എത്രയാണ്? 5 മൈനസ് ഡി എത്രയാണ്? 2. ഉത്തരം എന്ത് വന്നു? 2n പ്ലസ് 5 മൈനസ് 2. അപ്പൊ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 5 2 കുറച്ചാൽ 3. ഇവിടെ വലുത് 5 ആണല്ലോ, അതിന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ പ്ലസ് 3. അപ്പൊ 2n പ്ലസ് 3 ആണ് ഇതിന്റെ എന്നാം പദം. ഓക്കെ, ഇനി നമുക്ക് എസ് കാണാനുള്ള സൂത്രവാക്യം എഴുതാം. എസ് എന്ന് പറഞ്ഞാൽ സം, തുക, ഈസ് ഈക്വൽ ടു എന്താണ് സൂത്രവാക്യം? n/2 ഇൻറ്റു x1 പ്ലസ് xn. കണ്ടോ എന്ന് പറയുന്നത് 140 ആണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഇവിടെ എഴുതാം സം. ഇത് ഇക്വേഷൻ അല്ലേ എഴുതിയത്? ഓക്കെ, അപ്പൊ n/2 n അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു x1 എത്രയാണ്? x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ 5 പ്ലസ് xn നമ്മളിപ്പോ കണ്ടുപിടിച്ചു 2n പ്ലസ് 3. അപ്പൊ 2n പ്ലസ് 3. ഈ എഴുതിയത് മനസ്സിലായല്ലോ കേട്ടോ. ഇതിൽ വിലയൊക്കെ ഇട്ടുകൊടുത്തു. ഇനി ക്രിയയാണ് ഇസിക്വൽ ടു n/2 അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 2n ഇതുമായിട്ട് ക്രിയ ചെയ്യില്ല. 2n 5 കൂടെ കൂട്ടിയിട്ട് 7n എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. കാരണം ഇതിനകത്ത് n എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ഇതിൽ n എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. അപ്പൊ ഒരേ കൂട്ടലും കുറക്കലും ഒരേ വേരിയബിൾ ഉള്ളതുമായിട്ട് മാത്രമേ ഒരേ വേരിയബിളും ഒരേ കൃതിയും. ഇപ്പൊ 2n-ഉം 2n² തമ്മിൽ കൂട്ടത്തില്ല. ഉണ്ടോ? അതിന്റെ കൃതികളും സെയിം ആയിരിക്കണം, അതിന്റെ ഡിഗ്രിയും സെയിം ആയിരിക്കണം, വേരിയബിളും സെയിം ആയിട്ടുള്ളത് മാത്രമേ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാറുള്ളൂ. ഗുണിക്കുന്നതിന് വിഷയമില്ല. ഇപ്പൊ 5 ഇൻറ്റു 2n നേരം 10n എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, പക്ഷെ ഹരിക്കുന്നതിന് കുഴപ്പമില്ല. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരേ വേരിയബിൾ ആയിരിക്കണം, വേരിയബിളിന്റെ ഡിഗ്രി സെയിം ആയിരിക്കുകയും വേണം. ഓക്കെ, ഇത് അങ്ങനെ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടുമായിട്ട്. പക്ഷെ ഇത് രണ്ടും ക്രിയ ചെയ്യണം. ഇതും വെറും സംഖ്യയാണ്, ഇതും വെറും സംഖ്യയാണ്. അത് രണ്ടും കൂടെ ക്രിയ ചെയ്യാം. അപ്പൊ ഈ 2n നമുക്ക് ആദ്യം എഴുതാം. 5ഉം 3ഉം കൂടെ കൂട്ടി 8. കാരണം രണ്ടും ഒരേ ചിഹ്നമാണ്. രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇനി നമുക്ക് ഈ വില ഇട്ട് കൊടുത്തതിന് ശേഷം 140 എഴുതി കൊടുക്കാം കേട്ടോ. ഈസിക്വൽ ടു 140. ഓക്കെ, ഇനി നമുക്ക് ഈ n/2 ഈ /2 കളയാൻ ഒരു വഴിയുണ്ട്. അറിയുന്നത് നോക്കിയേ, ബ്രാക്കറ്റിന്റെ അകത്ത് നോക്കിയേ, 2n പ്ലസ് 8. ഇതിലും 2 ഉണ്ട്, 8ലും 2 ഉണ്ട്. ഈ 2 8 എന്നൊക്കെ പറയുന്നതല്ല 2ന്റെ മൾട്ടിപ്പിൾ അല്ല കേട്ടോ. 2 2 4 2 8 ആണല്ലോ. അപ്പൊ ഇതില് ഈ അകത്തുള്ളതിനെ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ അകത്തുള്ളതിന്റെ 2നെ നമുക്ക് പുറത്തേക്ക് എടുത്തിടാം. ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഈ n/2 അങ്ങനെ കിട്ടും. ഓക്കെ, ഇതിന്റെ അകത്ത് നിന്ന് 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് എന്തിനാ 2നെ പുറത്തേക്ക് എടുക്കുന്നത്? ഈ n/2 ഈ 2 വെട്ടിക്കളയാൻ വേണ്ടിയാണ്. പർപ്പസ് നമ്മൾ ആലോചിക്കണം. പർപ്പസ് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തിനാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇൻറ്റു 2 കണ്ടോ. എന്നിട്ട് ബ്രാക്കറ്റിനകത്തുള്ള 2 ഈ പുറത്തെടുത്തിട്ടിരിക്കുന്നത്. ഈ 2 പോയി കഴിഞ്ഞാൽ പിന്നെ ഈ n-ലാണ് n മാത്രമേ ഉള്ളൂ. കാരണം 2ഉം n-ഉം കൂടെ ഗുണിക്കുമ്പോഴല്ലേ 2 വരുന്നത്. പ്ലസ് ഈ 8നെ 2 കൊണ്ട് കണ്ടോ, 2 കൊണ്ട് എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴേക്കും 8 വരുന്നത്? 4. അപ്പൊ n പ്ലസ് 4 എന്നായി. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ പുറത്തെടുത്ത് എഴുതുമ്പോൾ ആ പുറത്തെടുത്ത് എഴുതുന്ന സംഖ്യയെ അകത്തുള്ളതുകൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് കിട്ടണം. 2നെ n കൊണ്ട് ഗുണിക്കുമ്പോൾ 2, 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 2 8. ഈ രീതിയിൽ. അല്ലെങ്കിൽ പുറത്തെഴുതിയിടുന്ന സംഖ്യ ഇതിനെ ഹരിച്ച് വേണം എഴുതാൻ. 2n-നെ 2 കൊണ്ട് ഹരിച്ചാൽ n, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. അങ്ങനെ വേണം എഴുതാൻ. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ രണ്ടും തമ്മിൽ എന്ത് ചെയ്തു പോയി? വെട്ടിപ്പോയി. ഇപ്പൊ n ഇൻറ്റു n പ്ലസ് 4 എന്ന് മാത്രമായി സമം 140. മനസ്സിലായല്ലോ? അപ്പൊ ഈ /2 കളയാൻ വേണ്ടി ചെയ്ത വഴിയാണ്. ഇതാണ് എന്റെ ഐഡിയ. ഇങ്ങനെ തന്നെ പർപ്പസ് ആയിട്ട് ചിന്തിക്കണം നിങ്ങൾ. ഇങ്ങനെ /2 ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിനെ വെട്ടിക്കളയാൻ ഇവിടെ ഒരു *2 വന്നാൽ *2 വരാൻ അകത്ത് 2 കോമൺ ആയിട്ട് കിടപ്പുണ്ടോ എന്ന് ആലോചിക്കണം. ആ കോമൺ ആയിട്ട് കിടക്കുന്ന 2നെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതുമായിട്ട് വെട്ടിക്കളയാം. ഇങ്ങനെ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ഓക്കെ, അതിന്റെ ബാലൻസ് നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? n ഇൻറ്റു n പ്ലസ് 4 സമം 140. ഓക്കെ അല്ലെ? n ഇൻറ്റു n പ്ലസ് 4 സമം 140. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് n വന്നേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോക്കി ഈ ബ്രാക്കറ്റിനകത്തുള്ളതിന് നമ്മൾ നേരത്തെ ചെയ്തപോലെ ക്രിയകൾ തന്നെ. ബ്രാക്കറ്റിന് പുറത്തുള്ളതിന് ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നുകൊണ്ട് ഗുണിക്കുക. n-നെ n കൊണ്ട് ഗുണിക്കുമ്പോൾ n², n-നെ പ്ലസ് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ പ്ലസ് 4n സമം 140. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികവ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യാൻ സാധിക്കും. കാരണം നോക്കിയാൽ n² 2ആം കൃതി 1ആം കൃതി 0 കൃതിയോടൊന്നില്ല. മൂന്നാമത്തെ സംഖ്യ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ
തൊട്ട് മുമ്പത്തെ 3-ാം പാർട്ട് വീഡിയോയിൽ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാം. ആ വർഗത്തികവ് എന്നുള്ള ഭാഗം വളരെ വ്യക്തമായിട്ട് 3-ാമത്തെ പാർട്ടിൽ പറയുന്നുണ്ട്. ആ പാർട്ട് കാണാത്തവർ അത് കാണുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഒരു സംഖ്യ ഇവിടെയും കൂട്ടും അവിടെയും കൂട്ടും. അത് ഏത് സംഖ്യയാണ്? അതായത് നടുക്കിടക്കുന്ന 1-ാം കൃതി. ഈ 2-ാം കൃതിയുള്ള സംഖ്യ നോക്കില്ല. 1-ാം കൃതിയുടെ കൂടെയുള്ള ഗുണോത്തരം 4 അല്ലേ? അതിന്റെ പകുതിയുടെ സ്ക്വയർ. അപ്പൊ 4ന്റെ പകുതി 2. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ 4 കൂട്ടും. അപ്പൊ n സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 കണ്ടോ? ഇത് തന്നെയാണ് എടുത്തുകൊണ്ട് എഴുതിയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതല്ല, ഇത് എന്തോ യാദൃശ്ചികമായിട്ട് അത് 2ന്റെ കേസ് വരുന്നത്. ഈ 4 വരുമ്പോൾ എന്റെ പകുതി എന്റെ സ്ക്വയർ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ രണ്ടും തുല്യമായിട്ട് വരുന്നത്. ഇത് തന്നെ അല്ല ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്? n-ന്റെ ഗുണോത്തരമായ 4ന്റെ പകുതിയുടെ സ്ക്വയർ. 4 പകുതി 2, 2ന്റെ സ്ക്വയർ 4 സമം 140ന്റെ കൂടെയും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ 4 കൂട്ടുമ്പോൾ വിലയിൽ വ്യത്യാസം വരുമല്ലോ. ആ വിലയിൽ വ്യത്യാസം വരാതിരിക്കാൻ റൈറ്റ് സൈഡിലും 4 അങ്ങ് കൂട്ടിയേക്കുക. ഉണ്ടോ? ഉത്തരം എന്ത് വരും? 144 വരും. ഓക്കെ, ഇപ്പൊ എന്തായി? n സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 നമ്മൾ നേരത്തെ എഴുതിയതുപോലെ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ രൂപത്തിൽ. ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുത്തെ ഹാഫിന്റെ സ്ക്വയർ അവിടെ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് n, ഇതിൽ 2 പ്ലസ് ആണെങ്കിൽ പ്ലസ്, ഇവിടെ മൈനസ് വരികയാണ്, ഇവിടെ മൈനസ് വന്നേനെ. ഈ 4ന്റെ സ്ക്വയർ റൂട്ട് ആരാണ്? 2 അല്ലേ? n പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം 140. 4 കൂടെ കൂടുമ്പോൾ 144 വരും. ഓക്കെ, ഇനി സ്ക്വയർ മാറ്റുക. n പ്ലസ് 2 സമം, ഇവിടെ സ്ക്വയർ പോകുമ്പോൾ അവിടെ റൂട്ട് വരും. റൂട്ട് 144 ആണല്ലോ. സമം 12. 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. ശരിയാണല്ലോ. അപ്പൊ റൂട്ട് 144ന്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. അപ്പൊ n പ്ലസ് 2 സമം 12. അപ്പൊ n സമം ഈ പ്ലസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോകാം, മൈനസ് 2 ആവും. 12 ഇത് 2 കുറച്ചാൽ 10. അപ്പൊ n സമം 10 എന്ന് കിട്ടി. അപ്പൊ എത്ര പദങ്ങളുടെ തുകയാണ് 140? 10 പദങ്ങളുടെ തുകയാണ് 140. എന്നല്ലേ നമുക്ക് ഉത്തരം കിട്ടിയത്. ഇവിടെ ആൻസർ കംപ്ലീറ്റ് ആയി. നമ്മൾ എഴുതുക 140 ഈസ് therefore എന്ന് എഴുതണം കേട്ടോ. ഫ്രണ്ടില് therefore 140 is the sum of 10 terms of this sequence. 10 terms of this sequence. ഇങ്ങനെ എഴുതുമ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. കണ്ടോ? 140, അതായത് ഈ ശ്രേണിയിലെ 10 പദങ്ങളുടെ തുകയാണ് 140 എന്ന് എഴുതണം. therefore ഈ ശ്രേണിയിലെ 10 പദങ്ങളുടെ തുകയാണ് 140 എന്ന് എഴുതുമ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലായല്ലോ? എഴുതിയെടുക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള കണക്കുകളും നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങൾക്ക് വരുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കമന്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഇനിയും കണക്കുകളുണ്ട്. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.